So, moving to the against arguments towards social responsibility. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണിത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ 4 ആർഗ്യുമെൻറ്റ്സ് കണ്ടു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ അത് വേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കോസ് ഓഫ് ഡിസ്ട്രാക്ഷൻ. ഒരു എന്താ പറയുക, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബിസിനസ് അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയി അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആക്ച്വൽ ഗോളിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നതാണ് പറയുന്നത് ഇതിനെതിർക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. പിന്നെ പറയുന്നത് ഇതിനെതിർക്കാൻ പറയുന്ന ഒരു കാര്യമാണ് ബേർഡൻ ഓൺ ദ കൺസ്യൂമേഴ്സ്. അതായത് ഈ ബിസിനസ് ഇതിലൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്കീമുകളിലും പ്രോഗ്രാമുകളിലും ഒക്കെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രോഫിറ്റ് വേണം എന്നുള്ളൊരു മോട്ടീവ് കോംപ്രമൈസ് ചെയ്യില്ല അല്ല അവർ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ദിസ് ബേർഡൻ ഈ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ ദ ബിസിനസ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ദ ഫണ്ട്, ഇറ്റ്സ് ആക്ച്വലി ഇൻക്രീസിങ് ദ ഫിനാൻഷ്യൽ ബേർഡൻ, റൈറ്റ്? ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ബേർഡൻ കൂട്ടേ ഉള്ളൂ, കാരണം അവർ ഇതിനൊക്കെ കാശ് മുടക്കുമ്പോൾ. So what business will do? Business definitely won't sacrifice the profit motive. അവരുടെ പ്രോഫിറ്റ് മോട്ടീവ് ബിസിനസ് ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല, അവർ ചെയ്യാൻ പോണില്ല അത്. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യും? ബിസിനസ് വിൽ ഷിഫ്റ്റ് ദിസ് ബേർഡൻ ടു ദ കൺസ്യൂമർ. അപ്പോൾ അവർ കൺസ്യൂമേഴ്സിന് കുറച്ച് പ്രോഡക്റ്റ് 5 രൂപയ്ക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് 10 രൂപയ്ക്ക് കൊടുക്കും. കാരണം അവർക്ക് ഇവിടെ പോയ ഫണ്ട് അവർക്ക് മറ്റേ സ്ഥലത്തെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം, അത് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഈ CSRനെ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, ഇഫ് ബിസിനസ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ഇൻ സോഷ്യലി റെസ്പോൺസിബിൾ പ്രോജക്ട്സ് ഓർ വെൽഫെയർ സ്കീംസ്, ഡെഫിനറ്റ്ലി ദ ബേർഡൻ ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ ബേർഡൻ വിൽ പാസ് ഓൺ ടു ദ കൺസ്യൂമറിന് ആ ഫിനാൻഷ്യൽ ബേർഡൻ പാസ് ആവുമെന്ന് പറയണം. പിന്നെ ഇത് CSR എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഇസ് എ പ്രീ എക്സിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ. അതായത് ബിസിനസ് കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്നുണ്ട്, നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വഴിയിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും CSR എന്ന് പറഞ്ഞിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്. സോ ഇതൊരു പ്രീ എക്സിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആണ്. പിന്നെ അതിന് വേണ്ടി വീണ്ടും ഒരു അഡീഷണൽ ഒബ്ലിഗേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. Then social consideration actually interfere in the process of decision making. അതായത് ഈ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മാനേജേഴ്സ് ശരിക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. ദെൻ മോറൽ കമ്മിറ്റ്മെൻറ്റ് ടു ഓണേഴ്സിനോടാണ് മോറൽ കമ്മിറ്റ്മെൻറ്റ്. കൃത്യമായിട്ട് ലാഭം ഉണ്ടാക്കുക, കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുക, അതാണ് ബിസിനസ്സിൻ്റെ മോറൽ കമ്മിറ്റ്മെൻറ്റ്. അത് ചിലപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റാണ്ടാവും ഈ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയ, അങ്ങനെയും പറയുന്നു. പിന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ, അതായത് ഈ പബ്ലിക്കിന് നല്ലത് വരുത്താനും അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി നല്ലത് ചെയ്യാനുള്ളത് ബിസിനസ്സിൻ്റെ ഡ്യൂട്ടി അല്ല, ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെൻറ്, അങ്ങനെ പറയുന്നു. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം വൈ ഷുഡ് ദ ബിസിനസ് പീപ്പിൾ ഷുഡ് ഡു, അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയുന്നു. ദെൻ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ഇനീഷ്യേറ്റീവ്. ബിസിനസ് അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവസാനം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ആ ഒരു പ്രോഫിറ്റ് മോട്ടീവ് സ്പിരിറ്റ് ഇല്ലാണ്ടാവുന്ന പറയുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ CSR എന്ന് പറഞ്ഞ ഒരു വേഗ് കോൺസെപ്റ്റാണ്, ഒരു ക്ലിയർ കട്ട് കോൺസെപ്റ്റ് ഒന്നുമല്ല. അതായത് ഇപ്പോൾ എനിക്ക് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് തോന്നുന്ന കാര്യം ദാറ്റ് മെ നോട്ട് ബി ആപ്ലിക്കബിൾ ടു യു. നിനക്കത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം നിനക്കത് സോഷ്യലി റെസ്പോൺസിബിൾ ആവണമെന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു വേഗ് കോൺസെപ്റ്റാണ്, അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ 4 and against arguments towards social responsibility. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എക്സാമിന്, socially should a business invest in socially responsible activities, അങ്ങനെ നിങ്ങളോട് ചോദിക്കാമെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ ഇതേ ആൻസർ എഴുതണമെന്ന് നിർബന്ധമില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കണേ, നിങ്ങൾ യെസ് എന്ന് കൊടുക്കണമെന്നോ നോന്ന് കൊടുക്കണമെന്നോ നിർബന്ധമില്ല. ഇപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ 4ൽ ഞാൻ പറഞ്ഞ ഒപ്പീനിയൻസ് ഇല്ലേ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഇല്ലേ, അതാണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം യെസ് ഡെഫിനറ്റ്ലി ബിസിനസ് ഷുഡ് ഇൻവെസ്റ്റ് ഇൻ സോഷ്യലി റെസ്പോൺസിബിൾ ആക്ടിവിറ്റീസ്. ഇനി അതല്ല, നിങ്ങൾക്ക്
ഈ അഗെയിൻസ്റ്റ് ആണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നോ പറഞ്ഞിട്ട് ഈ റീസൺസ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേഗം നമ്മുടെ നെക്സ്റ്റ് സബ് ടോപ്പിക്സിലോട്ട് പോവാം. ദാറ്റ് ഇസ് ലിമിറ്റ്സ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഒരു ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ CSR ഡെഫിനറ്റ്ലി ബിസിനസ് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പബ്ലിക് ഇമേജ് ഒക്കെ പോയി ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഒക്കെ കൂടും, അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഓൾ ബിസിനസ് ടു ഇൻവെസ്റ്റ് ഇൻ CSR ആക്ടിവിറ്റീസ്. If you take the examples of big giant organizations like Tata, Birla and all, it will be easy for them to invest money because they will be having ample resources. Huge finance അവരുടെ ഉണ്ടാവും. പക്ഷേ ചെറിയ സ്റ്റാർട്ടപ്പോ ആവറേജ് ബിസിനസ്സോ അവർക്കൊന്നും എന്തുണ്ടാവണമെന്നില്ല. അവർ ഡെയിലി അവരുടെ സർവൈവലിനും എംപ്ലോയീസിന് സാലറി കൊടുക്കാനും ഒക്കെ കഷ്ടപ്പെടുന്ന ചില ബിസിനസ്സുകളുണ്ട്. അവർക്ക് പിന്നെ CSR എന്ന് പറഞ്ഞിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് CSR ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ആവാം, നമ്മുടെ കാശില്ലാത്തത്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്. അതായത് ബിസിനസ്സുകാർക്ക് പ്രോഫിറ്റ് മോട്ടീവ് ഉള്ള ആൾക്കാരായിരിക്കും, അവർക്ക് ഈ സോഷ്യലി കമ്മിറ്റ്മെൻ്റ് ആയ കാര്യത്തിനെ കുറിച്ച് വലിയ വിവരം ഉണ്ടാവില്ല. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനാണ് ബിസിനസ്സിൽ CSR ആക്ടിവിറ്റീസ് ചെയ്യണതിൽ. പിന്നെ ഓവർ ബേർഡൻ വിത്ത് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. ബിസിനസ്സിന് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. കോമ്പറ്റീഷൻ ഫേസ് ചെയ്യണം, റോ മെറ്റീരിയൽ കിട്ടാണ്ടാവുക, ടാക്സ് അടയ്ക്കണം, അതിൻ്റെ ബേർഡൻ, പിന്നെ ലേബർ പ്രോബ്ലംസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അവരാകെ എന്താ പറയുക സഫോക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ CSRും കൂടെ ചിലപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താ പറയുക ശ്വാസം മുട്ടി നിൽക്കുന്ന ആളെ കൊല്ലണ പോലത്തെ ഒരു അവസ്ഥയായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും ചില ബിസിനസ്സുകൾക്ക്. സോ അവരുടെ അടുത്ത് നമുക്ക് അങ്ങനത്തെ ബിസിനസ്സും ഒരുപാട് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. Then lack of cooperation and unity among the business community. അതായത് സൊസൈറ്റിയുടെ പല പ്രോബ്ലംസും ഒരു ബിസിനസ്സിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഡിഫറെൻറ്റ് ബിസിനസ് പീപ്പിൾ ഷുഡ് ജോയിൻ hand together in order to tackle the problems that the society face. പക്ഷേ എന്തില്ല, there is no unity exists between the business class. അതായത് ബിസിനസ് ആൾക്കാരുടെ ഇടയിൽ കോമ്പറ്റീഷനാണ്, അവരുടെ ഇടയിൽ ഒരു യൂണിറ്റി ഇല്ല. അപ്പോൾ അവർ മാക്സിമം അവരെന്ത് ചെയ്യില്ല, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എന്താണ് അതൊരു CSRൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നിൽക്കും. ദെൻ ലാക്ക് ഓഫ് ഗവൺമെൻറ് സപ്പോർട്ട്. അതായത് ഗവൺമെൻറ് വിചാരിക്കണം, ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് എൻ്റർപ്രൈസാണ് ബിസിനസ് റൺ ചെയ്യേണ്ടതും, ഹോസ്പിറ്റൽസും പൊല്യൂഷൻ കൺട്രോൾ സെൻറ്റേഴ്സൊക്കെ പ്രൈവറ്റുകാർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ഇതൊന്നും ചെയ്യാനായിട്ട് ബിസിനസ് കമ്മ്യൂണിറ്റീനെ ഹെൽപ്പ് ചെയ്യില്ല. അതും ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ അവർക്കൊരു ചാലഞ്ചാണ്. അപ്പോൾ ഇതാണ് എന്ത് ചാലഞ്ചസ് ടു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓർ ലിമിറ്റ്സ് ടു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. So we discussed two subtopics which comes under CSR in these two videos. That is, we saw the 4 arguments towards CSR, and we also saw the we also saw the against arguments, and we also saw the limitations to or limits to CSR. Hope you all are clear about these topics. We'll see in the next video. Thank you.